നേരെ വെളുക്കുമ്പോ തന്നെ തുടങ്ങിയല്ലേ മെസ്സേജ് ഒന്ന് മുണ്ടാന്നൊക്കെ. അനക്കത് പറഞ്ഞാൽ മതി. ഈ പരിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നെ ഓണാക്കണം. പണ്ടൊക്കെ ആൾക്കാരെ കോഴി കൂട്ടാൻ നീച്ചത്, ഇപ്പൊ ഇന്റെ സൗണ്ട് കേട്ടാ നീച്ചത്. നിനക്ക് ആ സൗണ്ട് ഒന്ന് കുറച്ചുകൂടെ? എനിക്ക് എന്റെ മാതിരി ഒച്ചല്ല ചൂടാക്കാനൊന്നും അറിയില്ല. അരക്കുമ്പോഴും പൊടിച്ചുമ്പോഴും കുറച്ച് ഒച്ചമുളിയൊക്കെ ഉണ്ടാവാൻ സഹിച്ചേണ്ടി വരും. ഒന്ന് മുണ്ടായിരിക്കട ചങ്ങായിമാരെ, വെറുതെ ഈ തമ്മ് തല്ലിക്കാണ്ട്. ഇതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു തേരം സോപ്പും പൊടിയാ തീരുക. അതിൽ ഇക്കണ്ട തുണിയൊക്കെ പാടെ തിരുമ്പും വേണം. ഈ തിരുമ്പല് കഴിഞ്ഞാൽ ഉണക്കും വേണം. 1/2 മണിക്കൂർ കൊണ്ട് ഇക്കണ്ട തുണിയൊക്കെ പാടെ ഉണക്കണമെങ്കിൽ അതിന്റെ ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക്. പിന്നെ കഷ്ടപ്പാടിന്റെ കണക്കൊന്നും ഇവിടെ ആരും എന്നോട് പറയാൻ നിൽക്കണ്ട. ഈ പെരയില് 24 മണിക്കൂർ ഞാൻ കിടന്ന് പണിയെടുക്കുകയാണ്. ഒന്നും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ആ കറണ്ട് ഒന്നാണ് പോണം. ഇവൻ ചൂടാക്കിയത്, ഇവ അരച്ചത്, ഇതൊക്കെ എവിടെയെന്ന് അറിയാം. ഇതാ ഇന്റെ നെഞ്ചത്താ. അവിടെ നോക്കേ, സാമ്പാർ, അവിയൽ, ഇതൊന്നും പറയാൻ താഴത്തേക്കൊക്കെ 4 ദിവസം മുന്നത്തെ ബിരിയാണിയാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും ആ തള്ളപ്പ ഒരു 2 പാത്രം ഇതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റാൻ. ഇതൊക്കെ പോട്ടേന്ന് വെക്കാം. വരുന്നവരും പോണവരും ഒരു ആവശ്യമില്ലാതെ തുറക്കാറക്ക മനുഷ്യന്റെ കയ്യിന്റെ കാലിന്റെ ഒക്കെ ലിഗമെന്റ് പോയി കിടക്കാൻ ചങ്ങായി. അല്ല ഗ്യാസ് കുറ്റിയെ, എന്താ അന്റെ പാട്? രാജയോഗം തന്നെ അല്ലേ? പോലല്ലേ ഇപ്പൊ കുറച്ച് ഡിമാൻഡ് കൂടുതലാ. ഇടയ്ക്കാരെങ്കിലും 1-2 ചായ ഉണ്ടാക്കിയാലായി. ആരെ കുറെ നേരമല്ലേ തുടങ്ങി രാജ്യത്തിന് മനുഷ്യനെ ചൂടാൻ വേണ്ടി ഇറങ്ങാതാക്കാന്. പള്ളിയാ താഴ്ത്തിക്കിടും. നിങ്ങൾക്ക് ശരിക്കും അറിയാം. വേണ്ടാന്ന് വെക്കുമ്പോ പിന്നെയും കയറി. ആരാ ഇങ്ങനെ ചൂടാവണം? അതാ സ്ഥിരപ്പെട്ടാണ് ഓനാരെ ഓഫാക്കാതെ പോയെന്ന്.